السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آله وأصحاب سيدنا ومولانا محمد. അടിമകൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കരുണ കാണിക്കുക, ദയ കാണിക്കുക, പരസ്പരം സ്നേഹമുള്ളവരായി തീരുക, ഇതെല്ലാം കാരുണ്യവാനായ യജമാനനാകുന്ന സൃഷ്ടാവായ റബ്ബിൻ്റെ കരുണ ലഭിക്കാൻ, അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള ദയ ലഭിക്കാൻ കാരണമായി തീരുമെന്ന് വിശുദ്ധ ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. മനുഷ്യർക്കും മനുഷ്യേതര ജീവികൾക്കും എന്നു വെക്കണ്ട ജീവനില്ലാത്ത വസ്തുക്കൾക്ക് വരെ കരുണയുള്ളവനായി തീരണം. അങ്ങനെ നാം നമ്മുടെ പരസ്പരമുള്ള കാരുണ്യവും സ്നേഹവും കൈമാറുമ്പോൾ ഏറ്റവും വലിയ കാരുണ്യവാനായ റബ്ബ് അള്ളാഹു അവൻ്റെ ഔദാര്യം നമുക്ക് നൽകുക തന്നെ ചെയ്യും. ഈ ലോകത്ത് കാണുന്ന കരുണ, ഈ ലോകത്ത് കാണുന്ന പരസ്പരം അങ്ങോട്ടുള്ള സ്നേഹവും കാരുണ്യവുമെല്ലാം അള്ളാഹുവിൻ്റെ 100 കാരുണ്യങ്ങളിൽ നിന്ന് ഒരു കരുണ മാത്രം ഈ ലോകത്തേക്ക് അള്ളാഹു തആല വർഷിച്ചപ്പോൾ അതിൽ നിന്ന് ഉണ്ടായ ഒന്നാണ് ലോകത്ത് കാണുന്ന പരസ്പരമുള്ള സ്നേഹവും കാരുണ്യവുമെല്ലാമെന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ഒരു കച്ചവടക്കാരനാകുന്ന ഒരു വ്യക്തി ധാരാളം ആളുകൾക്ക് അദ്ദേഹം കടം കൊടുക്കാറുണ്ടായിരുന്നു. അങ്ങനെ കടം കൊടുത്ത കാശ് പിരിക്കാൻ വേണ്ടി അദ്ദേഹം ഒരാളെ നിശ്ചയിക്കുകയും ആ നിശ്ചയിക്കപ്പെട്ട വ്യക്തിയെ വിളിച്ചുകൊണ്ട് അദ്ദേഹം പറയുമായിരുന്നു, അത്രേ, കടം തിരിച്ചു തരാൻ കഴിയാതെ പ്രയാസപ്പെടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കത് വിട്ടുവീഴ്ച ചെയ്ത് കൊടുക്കണം കേട്ടോ. അങ്ങനെ ഈ നല്ലൊരു സ്വഭാവത്തിൻ്റെ ഉടമയായതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹം മരണപ്പെട്ടു പോയപ്പോൾ ധാരാളം ആളുകൾക്ക് കടം വാങ്ങിയ കാശ് തിരിച്ചു തരാൻ കഴിയാത്ത പ്രയാസപ്പെടുന്ന ആളുകൾക്ക് അദ്ദേഹം അത് വിട്ടുവീഴ്ച ചെയ്ത് കൊടുത്ത ഒറ്റ കാരണം കൊണ്ട് അല്ലാഹു തആല അദ്ദേഹത്തിന് അവൻ്റെ കാരുണ്യം കൊണ്ട്, ഔദാര്യം കൊണ്ട് സ്വർഗ്ഗം നൽകിയെന്ന് ഹദീസുകളിൽ വന്നിട്ടുണ്ട്. മുത്ത ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സഹാബത്തും ഒരു യാത്രക്കിടെ മുത്തനബി തങ്ങൾ അവിടുത്തെ ആവശ്യത്തിന് വേണ്ടി ഒരല്പം അങ്ങോട്ട് പോയപ്പോൾ സഹാബത്ത് ചെറിയ കിളികൾ താമസിക്കുന്ന, ചെറിയ കുരുവികൾ താമസിക്കുന്ന ഒരു കൂട് കണ്ടെത്തുകയും ആ കൂട്ടിലുള്ള ചെറിയ കുഞ്ഞുങ്ങളെ പിടിക്കാൻ വേണ്ടി അവർ പോയപ്പോൾ തള്ളപക്ഷി പറന്നകന്നു. അവർ ആ കുഞ്ഞുങ്ങളെ എടുത്തു അതിനെ കളിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഈ ഒരു കാഴ്ച കണ്ടുകൊണ്ടാണ് മുത്ത ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരിലേക്ക് കടന്നു വരുന്നത്. ഈ കിളി തള്ളപക്ഷി ആ കുഞ്ഞുങ്ങളെ വിട്ടുകിട്ടാൻ വേണ്ടി ഇങ്ങനെ വട്ടമിട്ട് പറക്കുന്നൊരവസ്ഥ ഇത് കണ്ട മാത്രയിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബത്തിനോട് പറഞ്ഞു, ഒരിക്കലും നിങ്ങൾ അങ്ങനെ ചെയ്യാൻ പാടില്ല. ഈ കുഞ്ഞുങ്ങൾക്ക് ആ തള്ളപ്പക്ഷിയിൽ നിന്നും സ്വന്തമായി ജീവിക്കാൻ പ്രായമാകുന്നതിന് മുമ്പ് ഒരിക്കലും തള്ളപ്പക്ഷിയെ കുഞ്ഞുങ്ങളെ നിങ്ങൾ വേർതിരിക്കാൻ പാടില്ല. ആ കുഞ്ഞുങ്ങളെ തള്ളപ്പക്ഷിക്ക് തന്നെ തിരിച്ചു നൽകണമെന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ നിന്ന് പറഞ്ഞതായി ഹദീസുകൾ വന്നിട്ടുണ്ട്. ഇങ്ങനെ പക്ഷികളോടും മൃഗങ്ങളോടും മറ്റു ജീവികളോടൊക്കെ അവിടെ നിന്ന് വലിയ കാരുണ്യമുള്ള ആളായിരുന്നു. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ എന്നാണല്ലോ മുത്തനബി തങ്ങളെ പറ്റി വിശുദ്ധ ഖുർആൻ പറഞ്ഞത്. ലോകത്തുള്ള സർവ്വ വസ്തുക്കൾക്കും കരുണയായിട്ടാണ് മുത്തനബി തങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിയോഗിച്ചത്. അപ്പോൾ ചുരുക്കത്തിൽ അർറാഹിമൂന യർഹമുഹുമുർ റഹ്മാൻ ഇർഹമു മൻ ഫിൽ അർദ് യർഹമുകും മൻ ഫിസ് സമാ. ഇമാം അബൂ ദാവൂദ് റളിയല്ലാഹു അൻഹു ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹ് ബിൻ അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, നിങ്ങൾ ലോകത്തുള്ളവർക്ക് കരുണ ചെയ്യുക, എങ്കിൽ ആകാശത്തിൻ്റെ അധിപനാകുന്ന അല്ലാഹു തആല നിങ്ങളോടും കാരുണ്യം കാണിക്കുമെന്ന് മുത്ത ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ റബ്ബിൻ്റെ കരുണ ലഭിക്കാൻ, അവൻ്റെ ദയ ലഭിക്കാൻ, അവൻ്റെ ഔദാര്യം കൊണ്ട് സ്വർഗ്ഗം ലഭിക്കാൻ നാം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും, അത് മുസ്ലിമാവട്ടെ അമുസ്ലിമാവട്ടെ, ജീവികളാവട്ടെ ജീവനില്ലാത്ത വസ്തുക്കളാവട്ടെ, ഏത് വസ്തുക്കളോടും നമ്മൾ അതിന് അർഹിക്കുന്ന രൂപത്തിലുള്ള കരുണ കാണിക്കുന്നവരായി തീരണം. മനസ്സിൽ അവരോടൊക്കെ വലിയ കൃപ ഉണ്ടാവണം, വിട്ടുവീഴ്ച ചെയ്യാനുള്ള വിശാലമായ മനസ്സുണ്ടാവണം. അപ്പോഴാണ് നമുക്ക് 2 ലോകത്തും വിജയിക്കാൻ സാധിക്കുക. കാരുണ്യവാനായ റബ്ബ് നമുക്കതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.